ഇന്ന് എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് പെട്ടെന്ന് നര വരിക എന്നുള്ളത്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഈ ഒരു പ്രശ്നം എല്ലാവരും നേരിടുന്നതാണ്. അതിനായിട്ട് നമ്മൾ കെമിക്കലുകൾ ചേർത്തിട്ടുള്ള ഡൈ വാങ്ങിയിട്ട് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ പല സൈഡ് എഫക്ട്സും ഉണ്ടാവുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടിലുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഡൈ തയ്യാറാക്കുന്നത്. ഇത് ഡൈ ആയിട്ട് മാത്രമല്ല, നമ്മുടെ തലയിലുണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് മൂലമുള്ള ചൊറിച്ചിൽ, അതേപോലെ തന്നെ താരൻ, അങ്ങനെ അതെല്ലാം മാറിക്കിട്ടാനായിട്ടും ഇത് സഹായിക്കും. അതുമാത്രമല്ല, ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡൈ കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡൈ തയ്യാറാക്കാം. ആദ്യം തന്നെ 1.5 ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ചൂടാക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ തിളപ്പിച്ച് ഇതൊരു 3/4 ഗ്ലാസ് വെള്ളമാക്കി വറ്റിച്ചെടുക്കണം. ചായപ്പൊടിക്ക് പകരം കാപ്പിപ്പൊടി എടുക്കാവുന്നതാണ്. കാരണം ചില ആളുകൾ കാപ്പിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്, അപ്പോൾ അവർക്ക് കാപ്പിപ്പൊടി എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് നല്ലതുപോലെ തണുത്ത് കിട്ടുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഡൈ തയ്യാറാക്കാം. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി നന്നായിട്ട് ചൂടാവാനായിട്ട് വയ്ക്കാം. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി എടുക്കുമ്പോൾ ഓർഗാനിക് ആയിട്ടുള്ളത് തന്നെ എടുക്കണം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടി ഇതിന് വേണ്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടണമെന്നില്ല. ഈ ഒരു ഡൈയുടെ കൂട്ട് കുറച്ച് അധികം തയ്യാറാക്കിയിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും കേടുകൂടാതെ ഉപയോഗിക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ചൂടുള്ള ചീനച്ചട്ടിയിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വേണം നമ്മളിത് ചൂടാക്കി എടുക്കേണ്ടത്. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചൂടാക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. സമയമെടുത്ത് തന്നെ ഇത് ചൂടാക്കി എടുക്കണം. നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ചൂടാക്കാനായിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രം തന്നെ എടുക്കണം. ഏകദേശം ഇപ്പോൾ 5 മിനിറ്റ് നേരം ചൂടായിട്ടുണ്ട്. നമ്മുടെ മഞ്ഞൾപ്പൊടി നല്ലതുപോലെ കറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ആ ഒരു ചട്ടിയുടെ ചൂടിലേക്ക് വേണം നമ്മൾ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത്. അത് പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ ചട്ടിയുടെ ചൂട് കൊണ്ട് നമ്മുടെ മഞ്ഞൾപ്പൊടിയും കാപ്പിപ്പൊടിയും നല്ലതുപോലെ ചൂടായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സ് നല്ലതുപോലെ തണുത്തതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കേടാവില്ല. എപ്പോഴാണോ നമുക്ക് ഡൈ ചെയ്യേണ്ടത് ആ ഒരു സമയത്ത് ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് ഡൈ തയ്യാറാക്കാവുന്നതാണ്. ഈ ഒരു മിക്സ് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാറ്റിയെടുക്കാം. ഇത് ഉപയോഗിച്ചിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഡൈ കൂടി കാണിക്കുന്നുണ്ട്. ഇനി ഇതിലെ മിക്സ് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ ഡൈയോ അല്ലെങ്കിൽ ഹെന്നയോ ചെയ്യുമ്പോൾ അതെല്ലാം ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ തന്നെ തയ്യാറാക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇരുമ്പിൻ്റെ ചട്ടിയിൽ അയൺ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അത് നമ്മുടെ മുടി കറുപ്പിക്കാനായിട്ട് സഹായിക്കും. അതേപോലെ നമ്മുടെ ഡൈ നന്നായിട്ട് കറുത്ത് കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നെല്ലിക്കാപ്പൊടിയാണ്. നെല്ലിക്കാപ്പൊടിക്ക് പകരം ഇതിലേക്ക് താളിപ്പൊടി ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു തേയില വെള്ളം ഒഴിച്ചിട്ട് ഒരു ഡൈയുടെ കൺസിസ്റ്റൻസിയിൽ ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് ലൂസ് ആവരുത്, കാരണം നമ്മുടെ മുടിയിൽ തേക്കുമ്പോൾ അത് ഒലിച്ചിറങ്ങാത്ത ആ ഒരു രീതിയിൽ വേണം നമ്മൾ തയ്യാറാക്കേണ്ടത്. ഈ ഒരു ഡൈ മുടി കറുപ്പിക്കാൻ മാത്രമല്ല, അകാല നരയ്ക്ക് അതേപോലെ തലയിലുണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻസും ഒക്കെ പെട്ടെന്ന് മാറിക്കിട്ടാനും ഇത് സഹായിക്കും. കാരണം നമ്മൾ ഈ ഡൈ തയ്യാറാക്കുന്നത് മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ തലയിലുണ്ടാകുന്ന ചൊറിച്ചിൽ, താരൻ, അതെല്ലാം മാറിക്കിട്ടാനായിട്ടും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എപ്പോഴും ഇത് രാത്രിയിൽ തയ്യാറാക്കിയിട്ട് രാവിലെ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ റിസൾട്ട് കിട്ടും. അല്ലെങ്കിൽ രാവിലെ ഇതേപോലെ തയ്യാറാക്കിയിട്ട് വൈകിട്ട് യൂസ് ചെയ്താലും മതി. ഇനി നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡൈ തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു മിക്സ് ഇട്ട് കൊടുക്കണം. ഈ ഒരു രീതിയിൽ നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യം വരുമ്പോൾ പെട്ടെന്ന് ഡൈ ചെയ്യാനുള്ള സമയമില്ലെങ്കിൽ ഇത് നമ്മുടെ വെളുത്ത മുടിയിൽ അപ്ലൈ ചെയ്താൽ മതി.
ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് എള്ളെണ്ണയാണ്. ഇതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യം വരുമ്പോൾ നമുക്ക് ഡൈ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഡൈ തയ്യാറാക്കി വെച്ചിട്ട് 4 മണിക്കൂറായിട്ടുണ്ട്. ഇത് നല്ല ബ്ലാക്ക് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ഡൈ നമ്മൾ 2 ആഴ്ച ഇടവിട്ട് യൂസ് ചെയ്യണം. പിന്നീട് നമ്മുടെ മുടികളെല്ലാം നല്ലതുപോലെ കറുത്ത് വന്നതിന് ശേഷം മാസത്തിൽ 1 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡൈ അപ്ലൈ ചെയ്തതിന് ശേഷം 5 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ മുടി കഴുകേണ്ടത്. ഒറ്റ യൂസിൽ തന്നെ കെമിക്കൽ ഡൈകൾ യൂസ് ചെയ്യുന്നത് പോലുള്ള റിസൾട്ട് കിട്ടണമെന്നില്ല. പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും. ഇതിൽ നമ്മൾ കെമിക്കലൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതായത് നമ്മൾ ഏതാണെങ്കിലും, അതായത് ഡൈ ആയാലും ഹെന്നയായാലും നമ്മൾ നമ്മുടെ മുടിയിൽ ഉപയോഗിക്കുമ്പോൾ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക് യു.